1994 ഫെബ്രുവരി 19 കാലിഫോർണിയയിലെ റിവർസൈഡ് ജനറൽ ഹോസ്പിറ്റലിന്റെ എമർജൻസി റൂമിലേക്ക് ഒരു 31 വയസ്സുകാരിയെ പ്രവേശിപ്പിച്ചു. ഗ്ലോറിയ റാമിറസ് എന്ന 2 കുട്ടികളുടെ അമ്മയായിരുന്നു അവർ. കഠിനമായ നെഞ്ചുവേദനയും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടും കാരണമാണ് അവരെ ആശുപത്രിയിൽ എത്തിച്ചത്. അന്ത്യഘട്ടത്തിലായിരുന്ന സെർവിക്കൽ ക്യാൻസറിന്റെ വേദനയിൽ വലയുകയായിരുന്നു ഗ്ലോറിയ. ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ ജീവനക്കാർ അവരെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. പക്ഷെ അവർ അന്ന് സാക്ഷ്യം വഹിച്ചത് വൈദ്യശാസ്ത്രത്തെയും ശാസ്ത്രത്തെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു സംഭവത്തിനാണ്. ഗ്ലോറിയെ പരിശോധിക്കുന്നതിനിടെ നഴ്സുമാർക്കും ഡോക്ടർമാർക്കും ചില അസാധാരണമായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അവരുടെ ശരീരത്തിൽ ഒരുതരം എണ്ണമയമുള്ള തിളക്കം കാണാമായിരുന്നു. അത് വെറും വിയർപ്പല്ലായിരുന്നു, അതിനു മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു രൂപമായിരുന്നു. അതോടൊപ്പം ഗ്ലോറിയയുടെ വായിൽ നിന്ന് രൂക്ഷമായ വെളുത്തുള്ളിയുടെയും പഴങ്ങളുടെയും ഗന്ധം പുറത്തു വന്നിരുന്നു. ഈ ദുരൂഹമായ ലക്ഷണങ്ങൾ മെഡിക്കൽ സംഘത്തെ ആകാംക്ഷഭരിതരാക്കി. അവർ വേഗത്തിൽ ഗ്ലോറിയയുടെ രക്തം പരിശോധിക്കാൻ തീരുമാനിച്ചു. ഗ്ലോറിയയുടെ കയ്യിൽ നിന്ന് രക്തം എടുത്തപ്പോൾ അത് സാധാരണ രക്തമായിരുന്നില്ല, അതിൽ അമോണിയയുടെ രൂക്ഷമായ ഗന്ധം ഉണ്ടായിരുന്നു. കൂടാതെ രക്തത്തിൽ ചെറിയ വെളുത്ത പരലുകൾ പൊങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ജീവനക്കാർ സൂചി ഉപയോഗിച്ച് രക്തം വലിച്ചെടുത്തപ്പോൾ തന്നെ അതിന് അസ്വാഭാവികമായ ഒരു മണമുണ്ടായിരുന്നു. ഈ കാഴ്ചയും മണവും ജീവനക്കാരെ അമ്പരപ്പിച്ചു. ഒരു നേഴ്സ് രക്തം പരിശോധിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ തല കറങ്ങി വീണു. അതൊരു തുടക്കം മാത്രമായിരുന്നു. ഗ്ലോറിയയുടെ അടുത്തായി ജോലി ചെയ്തിരുന്ന മറ്റ് നേഴ്സുമാർക്കും ഡോക്ടർമാർക്കും അസുഖം അനുഭവപ്പെട്ടു തുടങ്ങി. അവർക്ക് തലകറക്കം, ഓക്കാനം, ബോധക്ഷയം എന്നിവ ഉണ്ടായി. ചിലർക്ക് ശ്വാസം മുട്ടലും പേശിവേദനയും അനുഭവപ്പെട്ടു. നിമിഷങ്ങൾക്കകം പലരും തളർന്ന് നിലം പതിച്ചു. ഒരേ സമയം നിരവധി പേർക്ക് അസുഖം വന്നതോടെ ആശുപത്രിയിൽ വലിയ പരിഭ്രാന്തി ഉണ്ടായി. എമർജൻസി റൂമിൽ നിന്ന് രോഗികളെയും ജീവനക്കാരെയും വേഗത്തിൽ ഒഴിപ്പിക്കാൻ തീരുമാനിച്ചു. ഗ്ലോറിയയുടെ അടുത്തു നിന്ന് പലർക്കും അസുഖം പിടിപെട്ടു. ഏകദേശം 23 ആശുപത്രി ജീവനക്കാർക്കാണ് രോഗബാധിതയുണ്ടായത്. അവരിൽ 5 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു. ഒരു ജീവനക്കാരിക്ക് 2 ആഴ്ചയോളം തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സ നൽകേണ്ടി വന്നു. എമർജൻസി റൂമിൽ ജോലി ചെയ്തിരുന്ന സ്റ്റാഫ് അംഗങ്ങൾ ഭയചകിതരായി. അവർക്ക് കാര്യം എന്തെന്ന് മനസ്സിലായില്ല. ആരുടെയെല്ലാം ശരീരത്തിൽ രാസവസ്തുക്കളുടെ അംശമുണ്ടെന്ന് അറിയാനായില്ല. ഭയാനകമായ ഒരു അന്തരീക്ഷം അവിടെ രൂപപ്പെട്ടു. എമർജൻസി റൂമിൽ നിന്ന് എല്ലാവരെയും ഒഴിപ്പിച്ചതിന് ശേഷം അഗ്നിശമന സേനാംഗങ്ങളും ഹസ്മാറ്റ് ടീമും സ്ഥലത്തെത്തി. അവർ എമർജൻസി റൂം മുഴുവൻ രാസവസ്തുക്കളുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിച്ചു. എന്നാൽ അത്തരത്തിലുള്ള ഒന്നും അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഗ്ലോറിയയുടെ മൃതദേഹം ഒരു അലൂമിനിയം പെട്ടിയിലാക്കി മുറി സീൽ ചെയ്ത് സൂക്ഷിച്ചു. എല്ലാവരും വിഷമുള്ള സ്ത്രീ എന്ന് ഗ്ലോറിയയെ വിളിച്ചു. ആർക്കും കാര്യമെന്തെന്ന് മനസ്സിലായില്ല. ഈ സംഭവം വൈദ്യശാസ്ത്ര ലോകത്തെ ഞെട്ടിച്ചു. ഒരു മനുഷ്യ ശരീരത്തിന് ഇത്രയധികം വിഷാംശം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും, അതും മറ്റുള്ളവർക്ക് രോഗബാധ ഉണ്ടാക്കുന്ന തരത്തിൽ? ഇതിനു മുമ്പ് ഇങ്ങനെയൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പല വിദഗ്ധരും കാരണം കണ്ടെത്താൻ ശ്രമിച്ചു, പക്ഷെ ആരും ഒരു വ്യക്തമായ നിഗമനത്തിലെത്തിയില്ല. ഈ സംഭവം ഒരുപാട് സംശയങ്ങൾക്ക് വഴിവെച്ചു. അന്വേഷണങ്ങൾ മുന്നോട്ട് പോയപ്പോൾ പല സിദ്ധാന്തങ്ങളും ഉയർന്നു വന്നു. ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്നത് സ്വയം മരുന്ന് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട ഒരു സിദ്ധാന്തമായിരുന്നു. ഗ്ലോറിയ റാമിറസ് വേദന കുറയ്ക്കാൻ സ്വയം ഡിമെഥൈൽ സൾഫോക്സൈഡ് എന്ന രാസവസ്തു ഉപയോഗിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്നു. ഇതൊരു വേദന സംഹാരിയായി അനധികൃതമായി ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇത് ചർമ്മത്തിലൂടെ എളുപ്പത്തിൽ ആഗിരണം ചെയ്യപ്പെടും. ഈ രാസവസ്തു ഓക്സിജനുമായി പ്രതിപ്രവർത്തിച്ച് ഡിമെഥൈൽ സൾഫേറ്റ് എന്ന വിഷപദാർത്ഥമായി മാറാൻ സാധ്യതയുണ്ടെന്ന് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ വാദിച്ചു. ലോറൻസ് ലിവർമോർ നാഷണൽ ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞർ ഒരു വിശദമായ പഠനം നടത്തി. അവരുടെ കണ്ടെത്തൽ അനുസരിച്ച് ഗ്ലോറിയ ഉപയോഗിച്ച DMSO ശരീരത്തിനുള്ളിൽ ഓക്സിജനുമായി പ്രതിപ്രവർത്തിക്കുകയും ഡിമെഥൈൽ സൾഫേറ്റ് എന്ന അതിമാരകമായ വാതകം പുറത്തുവിടുകയും ചെയ്തു. ഈ വാതകമാണ് ജീവനക്കാർക്ക് അസുഖം ഉണ്ടാക്കിയത്. ഡിമെഥൈൽ സൾഫേറ്റ് ശ്വാസകോശത്തിന് കേടുവരുത്തുകയും നാഡീവ്യൂഹത്തെ ബാധിക്കുകയും ചെയ്യും. അതാണ് അസുഖങ്ങളുടെ പ്രധാന കാരണം. ഈ സിദ്ധാന്തം ഗ്ലോറിയയുടെ കുടുംബം പൂർണ്ണമായി നിഷേധിച്ചു. അവർ പറഞ്ഞത് ഗ്ലോറിയ അത്തരത്തിലൊരു മരുന്നും ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. അവർക്ക് സ്വന്തമായി മരുന്ന് വാങ്ങാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. അതുകൂടാതെ ഡിമെഥൈൽ സൾഫേറ്റ് ഒരു നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ്. എന്നിട്ടും ജീവനക്കാർ അമോണിയയുടെ മണം അനുഭവപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യം ഒരു സിദ്ധാന്തത്തെ ദുർബലമാക്കി. ചില മാനസികാരോഗ്യ വിദഗ്ധർ ഈ സംഭവം കൂട്ട ഹിസ്റ്റീരിയ ആയിരുന്നിരിക്കാമെന്ന് അഭിപ്രായപ്പെട്ടു. അതായത് ഒരു ജീവനക്കാരിക്ക് അസുഖം വന്നപ്പോൾ ഭയം കാരണം മറ്റുള്ളവർക്ക് അതേ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടു. എന്നാൽ ബോധരഹിതരായി വീണ പലരുടെയും രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും സാധാരണ നിലയിലായിരുന്നില്ല. ഇത് മാനസികമായ ഒരു പ്രതികരണം മാത്രമാണെന്ന് പറയാൻ കഴിയില്ല. കൂടാതെ 5 പേരെ ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വന്നത് കൂട്ട ഹിസ്റ്റീരിയയുടെ ഭാഗമായി സംഭവിക്കാൻ സാധ്യതയില്ല.
ഗ്ലോറിയയുടെ മരണശേഷം അവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ഇത് വളരെ അപകടകരമായ ഒരു കാര്യമായിരുന്നു. മൃതദേഹം കൈകാര്യം ചെയ്യുന്ന ജീവനക്കാർക്ക് വീണ്ടും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. അതിനാൽ അവർ ഹാസ്മാറ്റ് സ്യൂട്ടുകൾ ധരിച്ച് പ്രത്യേകമായി സീൽ ചെയ്ത മുറിയിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. മൃതദേഹം ഒരു അലൂമിനിയം പെട്ടിയിലാക്കിയാണ് കൊണ്ടുപോയത്. ഔദ്യോഗിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഗ്ലോറിയ റാമിറസ് മരിച്ചത് സെർവിക്കൽ ക്യാൻസർ മൂലമുണ്ടായ വൃക്ക തകരാർ കാരണമാണ്. ശരീരത്തിലെ വിഷാംശത്തെക്കുറിച്ച് യാതൊരു വിവരവും റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. ഈ കണ്ടെത്തൽ അന്വേഷണത്തെ കൂടുതൽ സങ്കീർണമാക്കി. ഒരു വശത്ത് ജീവനക്കാർക്ക് അസുഖം വരാൻ കാരണമായ വിഷാംശത്തിന്റെ സാന്നിധ്യം, മറുവശത്ത് ഔദ്യോഗിക റിപ്പോർട്ടിൽ അങ്ങനെയൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഗ്ലോറിയ റാമിറസിന്റെ കേസ് ഇന്ന് വരെയും ഒരു രഹസ്യമായി തുടരുന്നു. ശാസ്ത്രീയമായ ഒരു വിശദീകരണവും ഈ സംഭവത്തിന് പൂർണ്ണമായ ഒരു ഉത്തരം നൽകിയില്ല. ഇത് ഡിമെത്തിൽ സൾഫോക്സൈഡ് ആണോ അതോ മറ്റെന്തെങ്കിലും രാസവസ്തുവാണോ എന്നതിന് ഒരു തെളിവും ലഭിച്ചില്ല. ഓരോ സിദ്ധാന്തവും പുതിയ ചോദ്യങ്ങൾ ഉയർത്തി. ഈ സംഭവം ഒരു സയൻസ് ഫിക്ഷൻ സിനിമയെ ഓർമ്മിപ്പിക്കുന്നു. ഒരു മനുഷ്യ ശരീരം മറ്റുള്ളവർക്ക് അപകടകരമാകുന്ന ഒരവസ്ഥ. വൈദ്യശാസ്ത്ര ലോകത്തെ ഞെട്ടിച്ച ഒരു കഥ. ജീവനക്കാർക്ക് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി ആർക്കും പറയാൻ കഴിയില്ല. പലരും ഭയം കാരണം സംഭവത്തെക്കുറിച്ച് സംസാരിക്കാൻ മടിച്ചു. അവർക്ക് സംഭവിച്ച മാനസിക ആഘാതം ചെറുതായിരുന്നില്ല. ഗ്ലോറിയ റാമിറസിന്റെ കേസ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വലിയ ചർച്ചയായി. പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും ഈ സംഭവം റിപ്പോർട്ട് ചെയ്തു. ഈ വാർത്ത ലോകമെമ്പാടുമുള്ള ഡോക്ടർമാരെയും ശാസ്ത്രജ്ഞരെയും ആകർഷിച്ചു. ഈ നിഗൂഢത പരിഹരിക്കാൻ നിരവധി ശ്രമങ്ങൾ നടന്നെങ്കിലും വിജയിച്ചില്ല. ഗ്ലോറിയ റാമിറസിന്റെ കഥ വൈദ്യശാസ്ത്രത്തിനും ശാസ്ത്രത്തിനും ഒരു മുന്നറിയിപ്പായി കണക്കാക്കപ്പെടുന്നു. മനുഷ്യ ശരീരത്തിൽ ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. ചില സാഹചര്യങ്ങളിൽ മനുഷ്യ ശരീരത്തിന് അവിശ്വസനീയമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇതൊരു ഉദാഹരണം മാത്രമാണ്. വർഷങ്ങൾക്കിപ്പുറവും ഗ്ലോറിയ റാമിറസിന്റെ കേസ് ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നത്? എന്ത് രാസവസ്തുവാണ് ഇതിന് കാരണം? അതോ ഇതൊരു കൂട്ട ഹിസ്റ്റീരിയ ആയിരുന്നു? ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരു വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല. ഒരു പക്ഷേ ഈ രഹസ്യം എന്നെന്നും അജ്ഞാതമായി തുടർന്നേക്കാം. ആ ദിവസം എമർജൻസി റൂമിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ ഇന്നും ആ ഭയാനകമായ അനുഭവം ഓർമ്മിക്കുന്നു. ഡോക്ടർമാർ പോലും ഒരു രോഗിയുടെ അടുത്തേക്ക് പോകാൻ ഭയക്കുന്ന ഒരു സാഹചര്യം. വിഷമുള്ള സ്ത്രീ എന്ന് വിളിപ്പേര് ഗ്ലോറിയ റാമിറസിന്റെ മരണശേഷവും അവരെ പിന്തുടർന്നു. ഒരു സാധാരണ സ്ത്രീയുടെ മരണം വൈദ്യശാസ്ത്ര ലോകത്തെ ഞെട്ടിച്ച ഒരു രഹസ്യമായി മാറിയതിന്റെ കഥയാണിത്.